നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വർഷത്തെ, അതായത് 24-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട അവസാന തീയതി 15 സെപ്റ്റംബർ 2025. പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 31 ജൂലൈ ആയിരുന്നു ഡ്യൂ ഡേറ്റ്. ഈ വർഷം കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, 15 സെപ്റ്റംബർ 2025 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, രണ്ട് സ്കീമുണ്ട്. ഇപ്പം ഓൾഡ് സ്കീമുണ്ട്, ന്യൂ സ്കീമുണ്ട്. ഓൾഡ് സ്കീമിൽ നോക്കുമ്പോൾ ടാക്സ് റേറ്റ് കൂടുതലാണ്, ന്യൂ സ്കീമിൽ ടാക്സ് റേറ്റ് പൊതുവെ കുറവാണ്, അതിൻ്റെ ലിമിറ്റും കൂടുതലാണ് ന്യൂ സ്കീമിൽ. പലപ്പോഴും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, പലരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് റീഫണ്ട് കിട്ടുക എന്നുള്ള ഒറ്റൊരു ഉദ്ദേശം കൂടി മാത്രമാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും. അപ്പോൾ വിളിച്ച് കമ്പ്യൂട്ടറൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സാലറിക്കാർ കമ്പ്യൂട്ടറൊക്കെ ചെയ്ത് ടാക്സ് ഒന്നും റീഫണ്ടൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് ഫയൽ ചെയ്യാനുള്ളൊരു മൂഡ് കാണുന്നില്ല, പിന്നെ അവർ വിളിയുമില്ല അങ്ങോട്ട് വിളിച്ചാൽ. കാരണം പലരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് റീഫണ്ട് കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. ഇൻകം ടാക്സ് ഫയൽ നമുക്ക് റീഫണ്ട് കിട്ടാനല്ല, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അഥവാ നിങ്ങളത് ഫയൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ടാക്സ് ലാബിലിറ്റി, ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ട ബാധ്യതയിലാണ് നിങ്ങളുടെ ടാക്സ് ലാബിലിറ്റി അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഉള്ളത് എങ്കിൽ നിങ്ങൾ നിർബന്ധമായും 3 ലക്ഷം, ഇപ്പോൾ ന്യൂ സ്കീമിലാണെങ്കിൽ 3 lakhs കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം 3 lakhs കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ഫയൽ ചെയ്തിരിക്കണം. പലരും ഇൻകം ടാക്സ് റീഫണ്ട് ഇല്ല, അത് ഒന്നുമില്ല, 0 ആണ് എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിയേയില്ല. അപ്പോൾ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബാധ്യതയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക എന്നുള്ളത്, അല്ലാതെ റീഫണ്ടിന് വേണ്ടിയല്ല IT ഫയൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ന്യൂ സ്കീം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിനൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനൊക്കെ ഉണ്ടാകുമ്പോൾ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഓൾഡ് സ്കീമിലുള്ള ഒരു റിലാക്സേഷനും കൊടുക്കുന്നില്ല. നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്യണം, ന്യൂ സ്കീമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടാക്സ് ലാബിലിറ്റി വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് കരുതിയാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടോ ഷെയർസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു ബുദ്ധിപൂർവ്വം അതിൻ്റെ ഒരു സെയിൽസോ സ്വിച്ചിങ് ഓവറോ ഒക്കെ ചെയ്യുമ്പം അത് പല ഇതിലും നമ്മളൊരു ഫണ്ടിൽ നിന്നും വേറൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുമ്പോഴും അത് സെയിലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മിനിമം ഒരു 1 year കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടുകളായാലും ഷെയറുകളൊക്കെ വിൽക്കാൻ വേണ്ടി നോക്കുക. എന്തുകൊണ്ടാണെന്ന് കരുതിയാൽ, ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ 1 yearനുള്ളിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂ സ്കീമിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഒരു റിലാക്സേഷനും ഇല്ല. നിങ്ങൾക്ക് എന്താണോ പ്രോഫിറ്റ് അതിൻ്റെ ടാക്സ് നിങ്ങൾ അടച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി ഓൾഡ് സ്കീമിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇൻകം ഉണ്ടെങ്കിൽ 5 ലക്ഷത്തിൻ്റെ മുകളിൽ 20% എന്നുള്ള ടാക്സ് ലാബിലിറ്റിയും വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ, അപ്പം ഷെയർസും മ്യൂച്വൽ ഫണ്ടൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് 1 വർഷം കഴിഞ്ഞ് നമ്മൾ പർച്ചേസ് ചെയ്ത ഫണ്ടുകൾ മാത്രം വെക്കാൻ വേണ്ടി നോക്കുക. ഇതുകൊണ്ടാണെന്ന് കരുതിയാൽ 1 year കഴിഞ്ഞാൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് വരും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് വല്ല ക്യാപിറ്റൽ ഗെയിനും ഉണ്ടെങ്കിൽ അത് 1,25,000 വരെ നമുക്ക് എന്തില്ല, ടാക്സ് ലാബിലിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളും ഷെയർസുകളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തില്ല, നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ടാക്സ് ലാബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ അത് 1 വർഷം ഹോൾഡ് ചെയ്ത ഷെയർസും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ 1/25 വരെ നമുക്ക് എന്തില്ല, ടാക്സ് ലാബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇപ്പം ഓൾഡ് സ്കീമിൽ നമുക്കറിയാം, പലപ്പോഴും കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് ഒക്കെ ഒരുപാട് സെർച്ചും ഇതൊക്കെ നടത്തിയൊരു സംഭവമാണ്. ഈ സാലറിക്കാരുടെ കേസിലൊക്കെ ഇപ്പോൾ 80C 80Dയിലൊക്കെ ഒരുപാട് നമ്മൾ ഡിഡക്ഷൻസൊക്കെ നമ്മൾ നോക്കാറുണ്ട്. ഈ വർഷം മുതൽ ഓൾഡ് സ്കീമിൽ നമ്മൾ 80Cയിലോ അല്ലെങ്കിൽ 80Dയിലോ അല്ലെങ്കിൽ നമ്മൾ ലോണിലൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ ഇൻകം ടാക്സ് വളരെ ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. സോഴ്സ് ഡോക്യുമെൻറ്റിൽ ഇപ്പം LIC ആണെങ്കിൽ പോളിസി നമ്പർ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ആണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പോളിസി നമ്പറും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോണാണ് നമ്മൾ ക്ലെയിം, ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സും, അതായത് സോഴ്സ് ഡോക്യുമെൻറ്റ് നമ്പർ, എത്രയാണ് സാങ്ഷൻ എമൗണ്ട്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. കാരണം പലരും 80Cയിലൊക്കെ 1.5 ലക്ഷം അതൊക്കെ എടുത്ത് അതായത് അനധികൃതം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന റീഫണ്ട് എന്നുള്ള പർപ്പസ് ആയതുകൊണ്ടാണ്
വേണ്ടാതെ അവർക്ക് എലിജിബിൾ അല്ലാതെ പല ഡിഡക്ഷൻസും ക്ലെയിം ചെയ്ത് അനധികൃതമായ റീഫണ്ടുകളൊക്കെ ക്ലെയിം ചെയ്യുന്നത് കൊണ്ടാണ് ഈ വർഷം മുതൽ നമ്മളുടെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുമ്പം സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ നമ്പറും കൂടി നമ്മൾ ഡിക്ലെയർ ചെയ്യണം, അതിൽ മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് നന്ദി, താങ്ക് യു. എല്ലാവരും വളരെ വേഗം തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. ഫയൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ഇതുമായിട്ട് കാണാം. താങ്ക് യു.